വിശപ്പാണ്. സോറി ട്ടോ, ഞാനേ ഇതൊക്കെ കൂടെ ഉണ്ടാക്കുമ്പോഴത്തേന് ലേറ്റ് ആയിപ്പോയി. വേദന എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. 18 ഒടിവുള്ളതല്ലേ. 18 ഒടിവുണ്ടോ? 18 ഒടിവ് ഒക്കെ ഉള്ളിലാണ് ഇഞ്ചുറി എന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഒരു 8 മാസത്തേക്ക് അനങ്ങരുതെന്ന്. ഇതേ ഇരിപ്പിരിക്കണം എന്നാ പറഞ്ഞത്. അയ്യോ, അപ്പൊ ഇനി എന്ത് ചെയ്യും? എന്ത് ചെയ്യാനാ? നിങ്ങൾക്ക് ഞാനൊരു ബുദ്ധിമുട്ടാവോ എന്നാണ് ഒരു പ്രശ്നം. ഞങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കി തന്ന അമ്മാവനല്ലേ, ഞങ്ങൾ അങ്ങനെ ബുദ്ധിമുട്ടാവോ എപ്പോഴെങ്കിലും? ഞങ്ങൾക്ക് ഇവിടെ തന്നെ നിന്നോട്ടോ, മാറുന്നത് വരെ എവിടെയും പോണ്ടാട്ടോ. എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഉണ്ടോ? നന്നായിട്ട്. എനിക്ക് ഫുഡ് ഉണ്ടാക്കാനൊക്കെ അറിയാം. പിന്നെ നമ്മൾ ആദ്യം തന്നെ അങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാലേ ഈ സുപ്പുവിൻ്റെ അടുത്തൊന്നും പിടിച്ചിക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ തന്നെ എടുക്കേണ്ടി വരും. അതുകൊണ്ടല്ലേ ഞാൻ ഇതൊന്നും ചെയ്യാത്ത. ഇപ്പൊ അമ്മാവിന് വേണ്ടിയിട്ടാണ് ഞാൻ അടുക്കളയിൽ കയറിയേ. എല്ലാവരും കാണായിരുന്നു. തറവാടിത്തം ഇഷ്ടായല്ലേ? ഭയങ്കര കൈപ്പുണ്യം എന്ന് പറയാ ഇതാണ്. കൈയും കൊണ്ട് ഒന്നും ചെയ്യണ്ട കേട്ടോ. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാ മതിയേ. പിന്നെ എന്റെ അമ്മയുടെ അടുത്തൊന്നും വിളിച്ച് പറയരുത് കേട്ടോ. അമ്മ വിചാരിക്കും നമ്മള് തള്ളിയിട്ടിട്ടാന്നൊക്കെ വിചാരിക്കും. പറയണ്ട കേട്ടോ. കൊള്ളാവോ? നന്നായിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു കുട്ടീനാണല്ലോ അവന് കിട്ടിയത്. സത്യം അവന്റെ ഭാഗ്യ സുബ്ലുവിന്റെ. എന്റെ നിർഭാഗ്യം. എന്ത് ചെയ്യാനാ, വിധി അല്ലേ? എന്നാലും ഇതെങ്ങനെയാ പറ്റിയേ? ഞാനേ നമ്മളെ കവല വരെ ഒന്ന് പോയിരുന്നു. മോളന്ന് പറഞ്ഞല്ലോ തോരൻ ഉണ്ടാക്കണമെന്ന്. അപ്പൊ അതിനു വേണ്ടി തോരനുള്ള സാധനമായി അങ്ങനെ പോയപ്പോൾ നമുക്ക് നേരെ ഒരു ടിപ്പർ ലോറി വരുന്നു. ടിപ്പർ ലോറിയാണോ? ഒഴിഞ്ഞു മാറിയതാ. എന്റെ ദൈവം വന്നിടിച്ച് തെറിച്ച് 2 പറമ്പിന്റെ അപ്പുറത്ത് പോയി വീണ്. അപ്പൊ ബാക്കിലൊക്കെ നല്ല ഇഞ്ചുറി ഉണ്ടോ? ഇവിടെ കണക്കാൻ പറ്റുന്നത് അതല്ലേ ഏത് സമയത്തും ഇങ്ങനെ ഇരിക്കുന്നത്. എടാ ഇയാടെ കൈ ഒടിഞ്ഞ പിന്നെ നമുക്ക് അതല്ല പണി കിട്ടുമെന്ന് തോന്നുന്നല്ലോ. ഇത്ര നാൾ അയാളല്ലേ നമ്മളെ നോക്കിക്കൊണ്ടിരുന്നേ. ഇനിയിപ്പോ കൈ ഒടിഞ്ഞ അയാളെ നമ്മൾ നോക്കേണ്ടി വരത്തില്ലയോ? അങ്ങനെ നോക്കേണ്ടി വരും. നിനക്കറിയോ എന്റെ പെണ്ണുമ്പിള്ള അവളാണെങ്കിൽ എനിക്ക് പോലും ഒരു കുന്തം തന്നിട്ടില്ല. അപ്പൊ അമ്മ അയച്ചതാ മറ്റേ അമ്മാവന്റെ മോനാ ഇതാന്നൊക്കെ പറഞ്ഞു അയാൾക്ക് ഭാര്യയെ കൊടുക്കുന്ന നീ കണ്ടില്ലായിരുന്നോ? അത് കണ്ടു. അയ്യോ, അത് സഹിക്കാൻ പറ്റില്ല കേട്ടോ. ഈ കള്ളം കഴിഞ്ഞ ആഴ്ച വരെ നമ്മുടെ അടിമയായിരുന്നു. ഇപ്പൊ നൂറ് നോക്ക് എത്ര പേരെ താലപ്പൊലിയും പിടിച്ചോണ്ടിരിക്കുന്നതിന്. അത് ശരിയാട്ടോ. നീ പറഞ്ഞൊരു പോയിന്റ് എന്നാന്ന് വെച്ചാൽ ഞാൻ പുള്ളിയുടെ കൈ ഒടിഞ്ഞപ്പോൾ സത്യത്തിൽ എനിക്ക് സന്തോഷമായി. ഞാനത് മുഖത്ത് കാണിച്ചില്ലെന്നേ ഉള്ളൂ. പക്ഷെ ഇങ്ങനൊരു പണി നമുക്കിട്ട് വരുന്നുണ്ട് സത്യത്തിൽ, അല്ലേ? നിന്നെ അത് വളരെയധികം ഹെർട്ട് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഇയാളെ പാഴ്സൽ ചെയ്യാൻ വേണ്ടി ഇയാളുടെ അഡ്രസ്സ് പോലും നമുക്കറിയത്തില്ലല്ലോ. അതല്ലടാ, ഇവിടെ നിന്ന് പറഞ്ഞു വിടുന്നതിന് എന്തിനാടാ അഡ്രസ്സ്? കൈ ഒടിഞ്ഞവരെ എങ്ങനെയാണ് മണ്ട പറഞ്ഞു വിടുന്നത്? അത്ര കണ്ണിച്ചവരല്ലാത്ത ആൾക്കാരാണ് നമ്മള്. നീ അങ്ങനെ ഒന്നും ചിന്തിക്കില്ലേ? ശരിയാണ്. അല്ലടാ, പൊട്ടനാന്നല്ലേ ഇത്ര നാൾ വല്ലതും ഉണ്ടാക്കി തന്നില്ലയോ? അല്ല, പുള്ളീനെ പറഞ്ഞു വിടാൻ പറ്റിയ ബുദ്ധിയൊന്നും നിന്റെ ഇല്ല. ഇപ്പം കണ്ണിച്ചോരയില്ലാത്തവനാണെന്നുള്ളൊരു പേര്. അവസ്ഥയിലെ വിഷയം എന്താണെന്നറിയോ? ശോഭന അയാൾക്ക് വാരി കൊടുക്കുന്നുണ്ടെങ്കിൽ ആൾക്ക് അല്പം വാത്സല്യം കൂടെ കൂടിയിട്ടുണ്ട്. അപ്പൊ അയാളെ ഇപ്പൊ പറഞ്ഞു വിടുക ഈ കൈയോട് പറഞ്ഞു വിടാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു തുടങ്ങും. നിനക്കറിയാമല്ലോ എന്ന് പറഞ്ഞു. അതാണ് വിഷയം. പക്ഷെ എന്തെങ്കിലും ഒരു മാർഗം കണ്ടുപിടിക്കണമല്ലോ. എന്റെ ഐഡിയയിലൊന്നും ഒതുക്കുന്നില്ല. അതായത് നമുക്കൊരു ചീത്തപ്പേര് വരാതെ പുള്ളീനെ നൈസായിട്ട് അങ്ങ് ഒഴിവാക്കണം. കാരണം പുള്ളി നിനക്ക് ദോഷം ചെയ്യും, എനിക്കും ദോഷം ചെയ്യും. അതല്ലടാ, നിന്റെ ആ IIT റൂക്കയിലെ അതേപോലത്തെ എന്തെങ്കിലും ഉടായിപ്പോൾ പുള്ളിക്കുണ്ടാവില്ലേ? മണ്ടരാന്നേലും റൂർക്കി എടുത്ത് ചോദിക്കാം. ഇത്ര ഉടായ്പിനൊക്കെ പുള്ളിയാണ് ബെസ്റ്റ്. ശരിയാ. അല്ലല്ലോ അവനെ കണ്ട് ബുദ്ധി ഉദിപ്പിക്കാം. ഒന്നോടെ ഭീഷണിപ്പെടുത്തിയാൽ പോരാ IIT റൂർക്കിന്ന്. നിനക്കും പറയാൻ അറിയത്തില്ലെങ്കിലും ഉണ്ടല്ലോ, നീ അങ്ങനെയൊക്കെ അങ്ങ് പറഞ്ഞോണം. നീ ഒന്ന് പറഞ്ഞ IIT റൂർക്കി റോഡിന്റെ വഴി എന്നൊക്കെ അങ്ങ് പറഞ്ഞാൽ മതി, അവന് മനസ്സിലാക്കിക്കോളൂ. IIT എന്നുള്ള ശരിയാക്കിയാൽ മതി. പ്രധാനമന്ത്രിക്ക് ഇല്ലല്ലോടാ ഇത്രയും തിരക്ക്. ഇത്ര നേരം നിന്നെ ഞാൻ വിളിച്ചു വെച്ച്. അത് വിട്, നിനക്കിപ്പോ അവനെ പുറത്താക്കണം അതല്ലേ? ഇവിടെ എന്തെങ്കിലും ഒരു വഴി കാണിച്ചോടാ. ഇത് എന്തുവാടാ? ഇതില്ലേ മറ്റേ അവിടെ അല്ലേ വിഗ്രഹം കൊണ്ട് വെച്ചേക്കുന്ന പോലെ അങ്ങനെയൊക്കെ സേവിക്കാൻ വരെ ആൾക്കാരെ ഇപ്പോ. എനിക്കറിയാവുന്ന ഒരു കൂടോത്രം ചെയ്യുന്ന ആളുണ്ട്. നമുക്കൊന്ന് കൂടോത്രം നോക്കിയാലോ? കൂടോത്രം എന്റെ വീട്ടിലല്ലേ താമസിക്കുന്നേ? അപ്പൊ എന്റെ വീട്ടിലോട്ടല്ലേ കൂടോത്രം വരുന്നത്? ഇവിടെ കൂടോത്രപ്പണി നടക്കില്ല. നമുക്ക് പുള്ളി നമ്മുടെ ആഹാരത്തിൽ വിഷം ചേർത്തൊന്നും വല്ലതും ഡയലോഗ് വല്ല സീരിയൽ ട്രാക്ക് വല്ലതും പിടിച്ചാലേ അത് നല്ലതായിരിക്കും. അപ്പൊ എന്റെ വീട്ടിൽ താമസിക്കുന്നോണ്ട് എന്നെ പൊക്കട്ടെ. അല്ല, ഇവൻ ചേർക്കട്ടെ. ഇവൻ ചേർത്ത് കൊടുക്കട്ടെ. അല്ല, ഒരു സീരിയൽ. അത് നല്ലൊരു ഐഡിയ ആയിരിക്കും. ഇവന്റെ ശല്യം മാറി. അത് നല്ലൊരു ഐഡിയ അല്ലേ? അതാണ് ഇവിടുത്തെ കാര്യം. എന്നെ പുറത്താക്കേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്ക് പോകണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ പോകും. അതല്ല ഇവിടുത്തെ കാര്യം.
2 മന്ദബുദ്ധി കൂട്ടുകാരും 10 പൈസക്ക് വിലയില്ലാത്ത എന്തേലും ഒന്ന് ഓർക്ക്. എടാ ഞാൻ സ്ക്രിപ്റ്റ് ഒക്കെ എഴുതുമ്പോഴത്തേക്ക് എനിക്ക് ഒരുപാട് ഇതുപോലത്തെ ത്രില്ലർ ഐറ്റംസ് കിട്ടാറുണ്ട്. അതുകൊണ്ട് പറയണം പുള്ളിനെ ഒരു സൈക്കോ ആക്കിയല്ല, സൈക്കോ കില്ലർ. അല്ല എടാ നമുക്ക് വല്ല വാടക ഗുണ്ടകൾക്കും കൊട്ടേഷൻ വല്ലതും കൊടുത്താല. സിനിമ ട്രാക്കുന്ന അങ്ങനെയാണെങ്കിൽ അയാൾ 4 മാസം കൂടെ കിടക്കും. വാടക കൊണ്ടുള്ള വന്ന് വെച്ചിട്ട് മറ്റേ കൈയുടെ തല്ലി ഓടിക്കും. ഇപ്പൊ തന്നെ കണ്ടില്ലേ വാരിക്കൊടുക്കുന്നു. നീ അത് വീണ്ടും വീണ്ടും പറയാതെ ദേഷ്യം വരുന്നത് കേട്ടെ. അല്ല നിനക്ക് ദേഷ്യം വരണം, അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. എന്തൊരു വഴി. എനിക്ക് വല്ല മദ്യം വാങ്ങിച്ചു കൊടുത്താലോ? കൈ ഒടിഞ്ഞ് കിടക്കുന്നവര് മദ്യം മേടിച്ചു കൊടുത്താൽ നമ്മളാ മേടിച്ചു കൊടുത്തത് മനസ്സിലാകത്തില്ലയോ? എടാ ആപ്പിളിന്റെ അകത്ത് മദ്യം കുത്തി വെച്ച് കൊടുത്താലോ? ഇവിടെ നമുക്ക് അടിക്കാൻ സാധനമില്ല. അത് തന്നെ. അത് ശരിയാ, നമ്മക്കേ അടിക്കാൻ സാധനമില്ല. പിന്നെ നടക്കത്തില്ല. എടാ അങ്ങോട്ട് നോക്കടാ, നോക്കി അമ്പട്ടി. ഞാൻ അല്ലെങ്കിൽ കയ്യൊക്കെ ഒടിഞ്ഞവന്മാര് മാസങ്ങളോളം അങ്ങനെ കൊണ്ട് നടക്കുന്നുണ്ട്. പക്ഷെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള പണിയാ. ഞാൻ തല നിറച്ച് കുരുട്ടാ അല്ലേ? അല്ല മറ്റേ കോണസ്റ്റിയാ അല്ലേ? ഇങ്ങനെ ചോരോട്ട് നിന്നു. അനങ്ങണ്ട ഇത് വെച്ച് നമുക്കൊരു ശോഭന അറിഞ്ഞാണ്ടല്ലോ. ഇതിപ്പോ എന്ത് വേണം? ഇത് ഉപയോഗിക്കാം. ഞാൻ എപ്പോഴും എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഇയാളാണെങ്കിൽ വല്ലപ്പോഴും അപ്പുറം ഇപ്പുറത്തെല്ലാം പോയിരുന്നു ഫോണും സംസാരിക്കുന്നുണ്ടായിരുന്നു. കൈ ഒടിഞ്ഞവൻ എങ്ങനെയാണ് ഇടത്തെ എങ്ങോട്ട് ഫോൺ സംസാരിക്കുന്നത്? നമുക്ക് അപ്പളെ പൊക്കാൻ മേലായിരുന്നു. പതിയെ പറടാ പുള്ളിയെ. ഞാൻ പറഞ്ഞ 2 പിടിച്ച് പൊട്ടിച്ചാലോ? അത് വേണ്ട, സമയമുണ്ട്. ശോഭന എടുത്തിട്ട് പോകാം. എടാ തെളിവുണ്ടല്ലോ, ഇനി എന്തിനാ പേടിക്കുന്നു? എന്നാ വാ ശോഭനയോട് പോയി പറയാം. ചെല്ല്. നീ വെള്ളം വരുന്നതിന് ഇപ്പുറം കയറ്. അല്ല ഇത് എങ്ങനെ മേലോട്ട് കയറുന്നത്? അന്നാ നീ ഇവിടെ നിന്നോ, ഞങ്ങൾ പോവാ. എടാ എന്നെ ഇവിടെ ഇല്ലേ, ഞങ്ങൾ വെള്ളം വന്നില്ലെങ്കിൽ വരാം. എന്റെ തോമസ് അനക്കെന്തിന്റെ കേടാണ്ട, അനക്ക് എന്റെ പണി. എനിക്ക് നീ മൂരിപ്പണിയൊന്നും എനിക്ക് വയ്യ. ഞാനിപ്പോ നല്ല തടി അണങ്ങി അധ്വാനിച്ചിപ്പം അന്തസ്സായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുക. വെറുതെ എന്തിനാണ് ഈ പരിപാടിക്ക് ഞാൻ വെറുതെ നിൽക്കുന്നത്? എനിക്കവിടെ പണിയൊന്നുമില്ലേ? വെറുതെ നീ എൻ്റെ പണി നോക്കിക്ക. ഇനിയിപ്പോ ഞാൻ മാറിപ്പോയല്ലേ? എപ്പോഴും ഇങ്ങനെയാണ്. എന്താണ് കൈക്ക് എന്ത് പറ്റിയാന്നാ പറഞ്ഞ? ഏത് എടാ വണ്ടി വന്നിടിച്ചില്ലേ? വണ്ടി വന്നിടിച്ച് മറ്റേ ക്രോസ് ചെയ്തപ്പോ ആക്സിഡന്റ് ആയത് ഈ കൈയല്ലേ? ഈ കൈക്കല്ലേ പറ്റേ? എങ്ങനെയുണ്ട് കൈക്ക്? ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ കുഴപ്പമില്ല. ചെറിയ ഇടയ്ക്കിടയ്ക്ക് ഇന്നൊരു വേദനയുള്ളൂ. 18 പൊട്ടുള്ളതല്ലേ? ഞാൻ പറഞ്ഞില്ലേ മറ്റേ വിഷയം തന്നെയാ. എടാ മറ്റേ അസ്ഥിയുടെ വിഷയം തന്നെയാ. നമുക്ക് ശരിയാക്കി കൊടുക്കാം. നമുക്ക് മറ്റേ ഡോക്ടറിന്റെ അടുത്ത് പോവാം. ഇത് അർജന്റ്. ഇപ്പം ആണെങ്കിൽ പേപ്പറിനകത്തൊക്കെ വലിയ കാണിച്ചതാണല്ലോ. അയ്യോ അത് കുഴപ്പമില്ല, ഞാൻ ഡോക്ടറിന്റെ അടുത്തോണ്ട് കാണിക്കാം. വേണ്ട സുബ്ലുമോനെ, കൈ എന്താന്ന് പറയും, ഒരു ഡോക്ടറെ തന്നെ സ്ഥിരമായിട്ട് കാണിക്കണം, എന്നാൽ അത് മാറും. ആ അതാണ് ഡോക്ടറുടെ അടുത്ത് ഞങ്ങളോട് വരാം. ഞങ്ങളും വരാം. ഞങ്ങളൊരു കുടുംബത്തിൽ താമസിക്കുന്ന ആൾക്കാരെ നമ്മൾ ഫുഡ് ഉണ്ടാക്കി തരുന്ന നമ്മുടെ ദേവസ്വേട്ടനെ നോക്കിയില്ലേ പിന്നെ ഞങ്ങൾ ആര് നോക്കാം? ഞങ്ങൾ മനുഷ്യപ്പറ്റില്ലാത്തവരാന്നുള്ള അപ്പുറത്തെ ശീല ചേച്ചിയൊക്കെ പറയത്തില്ലേ? തിരുമ്മി തരണോ കാല്? വേണ്ട, വേണം പറയണം കേട്ടോ. അല്ല നമുക്കൊരു തിരുമ്മ ചികിത്സ അറേഞ്ച് ആവശ്യം തിരുമ്മും. അല്ല ഇപ്പൊ അതിന് മേലുവേദനയൊന്നുമില്ല ഇല്ലേ? അത് വന്നോളൂ, നമുക്ക് ഉണ്ടാക്കാം. അത് നീ ചിലപ്പോ തിരുമ്മി കൊടുത്തോണ്ടുള്ളതായിരിക്കും. നീ തിരുമ്മി കൊണ്ടുള്ളതായിരിക്കും. നീ ആ തിരുമ്മിയതിനു ശേഷം പിന്നെ വേദനയേ ഉണ്ടായി. ഇനിയാണ് വേദനിക്കാൻ പോകുന്നത്. നീ ആ തെളിവ് അങ്ങോട്ട് കാണിച്ചു കൊടുത്തേ. ഞങ്ങള് ഒരു പടത്തിന്റെ സ്ക്രിപ്റ്റ് റെഡിയായി. അപ്പൊ ഞങ്ങളൊരു പ്രൊഡ്യൂസറെ പോയി കണ്ടേ. അപ്പൊ പുള്ളി പറഞ്ഞു കാസ്റ്റിംഗ് നോക്കുമ്പോണ്ടല്ലോ നന്നായിട്ട് അഭിനയിക്കുന്നവരെ വേണം. അതെ, നന്നായിട്ട് ചേട്ടന്റെ അതേ ലുക്കുള്ള ഒരാൾ വേണമെന്ന്. നീ വന്നേ. അല്ല എന്റെ കൈയൊക്കെ ഞാൻ പറഞ്ഞു ഡേറ്റ് ഇല്ലെന്ന് ഞാൻ പറഞ്ഞു. ഞങ്ങൾക്ക് ഇവിടെ ഉണ്ട്, കൈ ശരിയാവണം, ഇതൊക്കെയെന്ന് പറഞ്ഞു. കാണിച്ചു കൂടെ, കാണട്ടെ. തുടങ്ങാം. ഞാനേ മലയാളം നല്ലവണ്ണം സംസാരിക്കുമെന്ന് താൻ ശോഭനയോട് പറഞ്ഞ തന്റെ മറ്റേ കൈ ഞാൻ തല്ലി പിടിക്കും. എന്നാ തുടങ്ങാം. ആ കൈ അഴിച്ച് ഐശ്വര്യമായിട്ട്